അജീഷ് ഏകമാറ്റുന്നു. അജീഷ്, പോയ ദിവസങ്ങളിലുണ്ടായ ചർച്ചകൾ പോലെയല്ല ഇന്നത്തെ ചർച്ച. ഇന്നത്തെ കര, വ്യോമക, നാവികസേനാ മേധാവിമാരുടെ ആ ചർച്ച കുറച്ച് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാനാണെന്ന് കരുതുന്നതിൽ പിഴവുണ്ടോ അജീഷ്? ഹഷ്മി, അങ്ങനെ വേണം കരുതാൻ. 10:30 ഒരു നിർണായക വാർത്താ സമ്മേളനം പ്രതിരോധ വിദേശകാര്യ മന്ത്രാലയം സംയുക്തമായി നടത്തുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് കൂടിയാണ് ഈ യോഗം ഇപ്പോൾ ചേരാൻ പോകുന്നത്. ഇപ്പോൾ 3 സേനാ മേധാവിമാരും പ്രതിരോധ മന്ത്രാലയത്തിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ആ യോഗം തുടങ്ങുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ രാജ്യത്തെ സ്ഥിതിഗതികൾ പൂർണ്ണമായും സേനാ മേധാവിമാരും അതേപോലെ തന്നെ സംയുക്ത സേനാ മേധാവിയും പ്രതിരോധ മന്ത്രിയെ ധരിപ്പിക്കും. അതിനുശേഷം എന്ത് തിരിച്ചടി അല്ലെങ്കിൽ ഏത് തരത്തിലാകാം ഇന്ത്യയുടെ പ്രത്യാക്രമണം തുടർന്നുള്ള കാര്യങ്ങളും ഈ ചർച്ചയിൽ സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും 10:30 വാർത്താ സമ്മേളനം നടത്തുക. കഴിഞ്ഞ രാത്രി മുതൽ ഇന്ന് രാവിലെ ഇതുവരെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണങ്ങൾ, ഇന്ത്യ നടത്തിയ തിരിച്ചടികൾ, അതിന്റെ വിശദമായ വിവരങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിൽ ഇരുവരും സംയുക്തമായി ചേർന്ന് വിവരിക്കും. അപ്പോഴായിരിക്കും കൂടുതൽ ഒരു കൃത്യത, ഒരു വ്യക്തത വരികയുള്ളൂ. നിലവിൽ സൗത്ത് ബ്ലോക്കിലാണ് പ്രതിരോധ മന്ത്രാലയം സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് നിർണായക യോഗം തുടങ്ങാൻ പോകുന്നത്. 3 സേനാ മേധാവിമാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സംയുക്ത സേനാ മേധാവിയും എത്തിച്ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നിർണായക യോഗം ചേർന്നിരുന്നു. അതിൽ ഇന്റലിജൻസ് ബ്യൂറോയുടെയും റോയുടെയും അടക്കം തലവന്മാർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പ്രധാനമായും ഇന്ത്യ നടത്താൻ പോകുന്ന നീക്കങ്ങൾ, ഒപ്പം തന്നെ ഇതുവരെ ഒരുക്കിയിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, എല്ലാ കാര്യങ്ങളും ഈ യോഗത്തിൽ ചർച്ച ചെയ്തിരുന്നു. ഏത് തരത്തിലുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും തിരിച്ചടി നൽകാനും സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം തന്നെ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിലുള്ള ഒരു ചർച്ചയാകും ഇന്ന് വീണ്ടും ഈ പ്രതിരോധ മന്ത്രാലയത്തിൽ നടക്കുക. എന്തായാലും ഡൽഹിയിലടക്കം കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല. ജനജീവിതമെല്ലാം സാധാരണ പോലെയാണ് നടത്തിയിട്ടുള്ളത്. ഡൽഹി വിമാനത്താവളത്തിലൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ടെങ്കിൽ പോലും യാതൊരുവിധ നിയന്ത്രണങ്ങൾ യാത്രക്കാർക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. ഡൽഹി വിമാനത്താവളമടക്കം ഇന്ത്യയിലെ മറ്റ് പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളെല്ലാം തന്നെ സാധാരണ നിലയിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ചില ഹോട്ട്സ്പോട്ടുകളിൽ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസം നിർത്തിവച്ചിരുന്നു. 32 വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മെയ് 15 വരെ നിർത്തിവെക്കുന്നതായി എയർപോർട്ട് അതോറിറ്റി അറിയിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി വിമാനത്താവളങ്ങളുടെ എല്ലാം പ്രവർത്തനം സാധാരണ നിലയിൽ തന്നെ തുടരുകയാണ്. നിലവിൽ എന്തായാലും നിർണായക കൂടിക്കാഴ്ച അല്പസമയത്തിനുള്ളിൽ സൗത്ത് ബ്ലോക്കിൽ പ്രതിരോധ മന്ത്രാലയത്തിൽ തുടങ്ങും. ഈ യോഗത്തിൽ സേനാ മേധാവിമാർ നിലവിൽ സേന സ്വീകരിച്ചിട്ടുള്ള നടപടികൾ, ഒരുക്കിയിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, കൊടുത്ത തിരിച്ചടികളെല്ലാം പ്രതിരോധ മന്ത്രിയുമായി വിശദീകരിക്കും. അതിനുശേഷമായിരിക്കും വിദേശകാര്യ മന്ത്രാലയവുമായി ചേർന്ന് സംയുക്തമായ വാർത്താ സമ്മേളനം നടത്തുക. അജീഷ് കുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇപ്പോൾ ബിക്കാനീറിൽ നിന്ന് കണ്ടെത്തിയ ഒരു മിസൈലിന്റെ അവശിഷ്ടങ്ങളുടെ ദൃശ്യമൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ഒരു നീളൻ കറുത്ത മിസൈലാണ്. ഒരു 6 അടി നീളമുള്ള ഒരു മിസൈൽ ഭാഗങ്ങളാണ് എന്ന് തോന്നുന്നു. എന്തായാലും പ്രദേശത്ത് ആളപായം അല്പസമയം മുൻപാണ് ബിക്കാനീറിലെ കാലു ഗ്രാമത്തിൽ വലിയ സ്ഫോടനത്തോടുകൂടി സാധനം ഒന്ന് വീണത്. ആളപായമോ വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. എന്തായാലും അതിൻ്റെ ദൃശ്യങ്ങൾ വരുന്നുണ്ട്. പഞ്ചാബ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലുള്ള വിദ്യാർത്ഥികൾ കേരള ഹൗസിലേക്ക് എത്തിയിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അവിടെ ജമ്മു കാശ്മീരിലെ വിദ്യാർത്ഥികൾക്ക് വലിയ ആശങ്ക കഴിഞ്ഞ ദിവസമൊക്കെ രേഖപ്പെടുത്തിയതാണ്. ഏതെങ്കിലും തരത്തിൽ അവിടെ ഒരു സേഫ്റ്റി പ്രശ്നം അല്ലെങ്കിലും സ്വാഭാവികമായും കുട്ടികളുടെ രക്ഷിതാക്കൾക്കൊക്കെ വീട്ടിൽ ചില ആശങ്കകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർക്ക് വീട്ടിലേക്ക് വരികയാണെങ്കിൽ വീട്ടിലേക്ക് വരട്ടെ.